ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സീനറി അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന പെയിൻറ്റിംഗ് ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ 400 GSMൻ്റെ അക്രിലിക് പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഈ പേപ്പർ മാസ്കിംഗ് ടേപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്യണം. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം പെയിൻറ്റിങ്ങിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമുക്ക് റഫായിട്ടൊന്ന് സ്കെച്ചും കൂടി ചെയ്യണം. അപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള 2 മൗണ്ടനും കുറച്ച് ഗ്രീനറി സ്പേസും ഒക്കെ ആയിട്ടുള്ള ഒരു സീഷോറാണ് കേട്ടോ ഇന്ന് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി നമുക്ക് പയ്യെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സ്കൈയുടെ പോർഷനാണ്. അപ്പം ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രസ്റ്റോ ആർട്ടിസ്റ്റ് അക്രിലിക് കളേഴ്സാണ്. അപ്പം സ്കൈയുടെ പോർഷൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊബാൾട്ട് ബ്ലൂ എന്നൊരു ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും തമ്മിൽ മിക്സ് ചെയ്യാം. അപ്പം സ്കൈയുടെ ടോപ്പ് പോർഷനിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ബ്ലൂ ഷെയ്ഡ് കൂടുതലായിട്ടും ബോട്ടം പോർഷനിലേക്ക് വരുമ്പോൾ വൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ടും മിക്സ് ചെയ്തിട്ട് വേണം പെയിൻറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പെയിൻറ്റിങ്ങിൽ സ്കൈയുടെ ഒരു ഡെപ്ത്ത് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം സ്കൈയുടെ ടോപ്പ് പോർഷൻ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ബ്ലൂ കൂടുതലായിട്ടും വൈറ്റ് കുറച്ചും എടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. താഴേക്ക്, അതായത് സ്കൈയുടെ ബോട്ടം പോർഷനിലേക്ക് വരുമ്പോഴത്തേന് വൈറ്റ് കൂടുതലും ബ്ലൂ കുറച്ചും എന്നുള്ള ഒരു തോതിൽ വേണം നമ്മൾ എടുത്തിട്ട് വേണം കളർ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ. ഇനി സ്കൈയുടെ പോർഷൻ കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പെയിൻറ്റ് ചെയ്യേണ്ടത് മൗണ്ടൻ ഏരിയയാണ്. അപ്പോൾ മൗണ്ടൻ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് 2 കളേഴ്സാണ്. ഒന്ന് സാബ് ഗ്രീൻ കളറും അതുപോലെ ലെമൺ യെല്ലോ കളറുമാണ്. അപ്പം മൗണ്ടൻ്റെ ബോട്ടം പോർഷനിൽ സാബ് ഗ്രീൻ അപ്ലൈ ചെയ്യുന്നു. ടോപ്പിലേക്ക് വരുമ്പോഴത്തേന് ലെമൺ യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ലൈറ്റർ വേർഷൻ ഓഫ് ഗ്രീനായിട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബോട്ടം പോർഷനിൽ ഈ ഒരു ഡാർക്ക്നെസ് കൂട്ടാൻ, സാബ് ഗ്രീൻ്റെ ഡാർക്ക്നെസ് കൂട്ടാൻ വേണമെങ്കിൽ നമുക്ക് ഒന്നിൽ ബ്ലൂ കളറോ അല്ലെങ്കിൽ ബ്രൗൺ കളറോ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കുറച്ചൊരു ചെറിയ ഒരു ഗ്രീനറിയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ആ ഒരു പോർഷനും കൂടിയിട്ട് നമുക്ക് ബേസ് കളർ അപ്ലൈ ചെയ്യാം. കാരണം സെയിം കളറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ മൗണ്ടന് യൂസ് ചെയ്തിട്ടുള്ള സാബ് ഗ്രീനും ലെമൺ യെല്ലോയും മിക്സ് ചെയ്തിട്ടുള്ള സെയിം മിക്സ് തന്നെയാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രീനറി പോർഷനും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മൗണ്ടൻ്റെ പോർഷൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ആ ഒരു ഗ്രീനറി സ്പേസിനും കൂടിയിട്ട് എന്ത് ചെയ്യാം, ബേസ് കളർ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സീയുടെ പോർഷനിലാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പം സ്കൈയിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം മിക്സ് തന്നെ നമുക്ക് ഈ സീയുടെ പോർഷനിലും ബേസ് അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡാണ് നമുക്ക് സീയുടെ പോർഷനിൽ വേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ വരയ്ക്കാൻ ശ്രമിക്കുന്നത് സീ ആയതുകൊണ്ടും അതിൻ്റെ വേർബ്സ് വൈറ്റ് കളറിൽ ഷെയ്ഡ് ചെയ്ത് നല്ലോണം എടുത്ത് പെയിൻറ്റിങ്ങിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് നല്ലൊരു ഡാർക്കർ ഷെയ്ഡിൽ കൊടുക്കുന്നത്. ഇനി നമുക്ക് ബേൺ സീന കളറും അതുപോലെ ചെറിയ തോതിൽ യെല്ലോയും വൈറ്റ് ഷെയ്ഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്രൗണ്ടിൻ്റെ പോർഷനും കൂടി പെയിൻറ്റ് ചെയ്യാം. അപ്പം ഗ്രൗണ്ടിൻ്റെ പോർഷൻ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആ ഗ്രീനറിയുടെ ബോട്ടം സ്പേസും കൂടി നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാബ് ഗ്രീൻ കളറും ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഗ്രൗണ്ടിൻ്റെ പോർഷനിൽ ബെൻസീന പ്ലസ് യെല്ലോ പ്ലസ് വൈറ്റും, ഗ്രീനറി പോർഷൻ്റെ ബോട്ടം പോർഷനിൽ സാബ് ഗ്രീനും ബ്ലാക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യെല്ലോ ഓക്കർ ഷെയ്ഡ് മൗണ്ടൻ്റെ ടോപ്പിൽ അപ്ലൈ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മൗണ്ടൻ്റെ ടോപ്പിൽ നമുക്ക് കുറച്ചൊരു ലൈറ്റർ ബ്രൈറ്റ് ഷെയ്ഡാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യെല്ലോ ഓക്കർ ഡയറക്റ്റായിട്ട് തന്നെ ടോപ്പ് പോർഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് പെയിൻറ്റ് ചെയ്യേണ്ടത് സീയുടെ ഏരിയയാണ്. നമ്മളിപ്പം ജസ്റ്റ് ഒരു ബേസ് പെയിൻറ്റ് മാത്രമേ സീക്ക് കൊടുത്തിട്ടുള്ളൂ. സോ ഇനി നമുക്കത് ഡീറ്റെയിലിംഗ് ചെയ്യാം. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഡാർക്കർ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കളറും സാബ് ഗ്രീൻ കളറും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് സീയുടെ പോർഷനിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് വേവ്സും വരച്ചു കൊടുക്കാം.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ പോർഷനിൽ കൊടുത്തേക്കുന്ന വേവ്സിനടിയിൽ ഒരു ഷാഡോ എന്നോണം ബെൻസീന കളറും ബ്ലൂ കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു വേവ് ഇങ്ങനെ കയറി വരുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബെൻസീന കളറും ബ്ലൂ കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വേവ്സിന് താഴെ നമ്മൾ ഒരു ഷാഡോ പോലെ പെയിൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഗ്രീനറി സ്പേസ് ആണ്. അതിന് വേണ്ടിയിട്ട് സാബ് ഗ്രീനും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ നമുക്ക് ആ ഒരു ഗ്രീനറി സ്പേസും കൂടി ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കാണ്ടിരിക്കുക. അതുപോലെ പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.